ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വേറൊരു പുതിയ കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എനിക്ക് 2 മക്കള് വയ്യാത്ത മക്കളായിരുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു സംശയമാണ്, ഞങ്ങള് 2 പേരും ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ 2 മക്കള് വയ്യാത്തവര് എന്നുള്ളത്. കാരണം പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ കുറെ കരഞ്ഞിട്ടുണ്ട്. മനസ്സില് വിഷമം തോന്നിയിട്ട്. കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല. 10-29-30 വയസ്സായപ്പോ ഉണ്ടാവണ മക്കളല്ലേ. അവർക്ക് അതുവരെ ജോലിക്ക് പോവുക, പഠിക്കുക, മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യുക, അവരെ പറ്റിക്കുക, അവർക്ക് വേണ്ടി അല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മളെ പ്രതി ഉണ്ടാവണ്ടേ. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ പാപം ചെയ്തതുകൊണ്ടാണ് ഇവരുണ്ടായെന്ന് എപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സ്നേഹിക്കുന്നവര്, ബന്ധുക്കള്, അതുപോലെ ഫ്രണ്ട്സ് ആയ പോലെ അവർ പറയും പെട്ടെന്ന്, അയ്യോ എന്ത് പാപം ചെയ്തിട്ടാണ് മേഴ്സി നിനക്കിതുണ്ടായത്, 2 പേരും അങ്ങനെ വന്നത് എങ്ങനെയാ, അങ്ങനെ ചോദിക്കും. നമുക്കത് കേൾക്കുമ്പോ ഉണ്ടാവുന്ന വിഷമം എന്ന് പറഞ്ഞാല് ഭയങ്കര, നമുക്കത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ. കാരണം നമ്മളൊരു പാപം ചെയ്തിട്ടല്ല അത് വന്നിട്ടുള്ളത്. ഇത് ക്രോമസോമൽ ഡെഫിഷ്യൻസിയാണ്. അത് 2 പേർക്കും വന്നാൽ മാത്രമാണ് അത് പ്രൊജക്ട് ചെയ്ത് വരുള്ളൂ. ചിലപ്പോ ഒരാളിൽ ഉണ്ടാവാം, മറ്റാൾക്കില്ലാത്തത് കൊണ്ട് ഇത് കാണിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരാളിലും ഉള്ളവർക്കും ചിലപ്പോ വരാറുണ്ട്. അതിന്റെ പേഴ്സൻറ്റേജ് അനുസരിച്ചൊക്കെ വരാറുണ്ട്. അപ്പൊ ഒരു 50% ജനങ്ങളിൽ ഇത് ഉണ്ടെന്നാ പറയുന്നത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടായി, അത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അല്ലാതെ നമ്മൾ ചെയ്ത പാപം കൊണ്ടല്ല. അപ്പൊ അത് മനസ്സിലാക്കാണ്ട് പലപ്പോഴും നമ്മളോട് ഇങ്ങനെ പറയും. പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ ഈ ചെറുപ്പം പെൺകുട്ടികള്, അവരെ കയ്യിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളുണ്ട്. ഓരോരുത്തരൊക്കെ വളരെ വിഷമിച്ച് ഞാൻ അവരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണത്, അവരോടും ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടാവും. ഇത് മാത്രമല്ലാണ്ട് പല കാര്യങ്ങളും പറയും, അതിന്റെ കൂട്ടത്തിൽ ഇതും പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആരുടെയും പാപം കൊണ്ടല്ല, പഴയ ജന്മത്തിലത്തെ പാപം കൊണ്ടുമല്ല. ഇത് വന്നിട്ടുള്ളത് ക്രോമസോമൽ ഡിഫോമിറ്റിയാണ്. അപ്പൊ അത് 2 പേരിലുണ്ടാവും. ഒരു പെണ്ണിനും കുറ്റം പറയണ്ട, ആണിനും കുറ്റം പറയണ്ട, 2 പേർക്കും ഉണ്ടാവും. 2 പേർക്കും ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ ഉണ്ടായത്. അപ്പൊ അങ്ങനെ അല്ലാണ്ടും കുട്ടികൾ വരൂട്ടെ, ഓരോ കാരണങ്ങൾ കൊണ്ടും വരാം, പല കാരണങ്ങൾ കൊണ്ടും വരാം. ഈ കാരണം കൊണ്ട് മാത്രമല്ല. ഞങ്ങളിൽ ഉണ്ടായത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫോമിറ്റി ഉണ്ടായിരുന്നു, 2 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്തു വന്നു. ചിലപ്പോ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. കാരണം വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രസവത്തിൽ പറ്റുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയും ഉണ്ടാവാം. പക്ഷെ എന്ത് കാരണം കൊണ്ടായാലും നമ്മള് മറ്റുള്ളവരുടെ പാപം കൊണ്ടാന്ന് പറയുന്നത് വലിയ തെറ്റാണ്. കാരണം നിങ്ങളെല്ലാവരും പാപം ചെയ്യാത്തവരാണോ എന്നാണ് എന്റെ ചോദ്യം. പാപം മാത്രം ചെയ്യുന്നവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പലരും കാണുന്നുണ്ട്, അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കണക്കായിട്ട് ഞാൻ കാണുന്നില്ല. പാപം ചെയ്യണതാണ് കണക്കെന്ന് വെച്ചാല്, നമ്മൾ ചിലരെ കാണുമ്പോ നമുക്ക് വിഷമം തോന്നും. അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മൾക്ക് പാപം ചെയ്യാത്തതാണ് ഇപ്പൊ പ്രശ്നം ഞാൻ നോക്കിയിട്ട്. അപ്പൊ ഈ ഇങ്ങനത്തെവരോടൊക്കെ, അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോ, കുട്ടികളെയും കൊണ്ട് പോകുമ്പോ അവരെങ്ങനെ നോക്കി താടിക്ക് കൈവച്ച് നിൽക്കുക. അപ്പൊ അവര് വളരെ ഫ്രീ ആയിട്ട് അവരൊന്ന് ആസ്വദിക്കാൻ വരുന്നതായിരിക്കും ആ സ്ഥലം. അപ്പൊ നമ്മൾ പാർക്കിൽ പോവുകയാണെങ്കിൽ നമ്മുടെ മക്കളെ ആസ്വദിക്കാനാണ്, അവർക്ക് ആസ്വദിക്കാനാണല്ലോ അവരെ കൊണ്ടുപോണത്. അവിടെ ചെന്നാല് അതുപോലെ സിനിമ, ഞങ്ങളുടെ മക്കളെ എല്ലായിടത്തേക്കും കൊണ്ടുപോട്ടാ. സിനിമ കാണാൻ കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോകും, അതുപോലെ മൃഗശാല കൊണ്ടുപോകും. അവർക്കെല്ലാം കാണണ്ടേ. അവര് വയ്യാത്തവരാന്ന് പറഞ്ഞിട്ട് അവരടച്ചു പൂട്ടി റൂമിന്റെ ഉള്ളിൽ കിടത്താൻ പറ്റുമോ? അവര് കിടക്കണ മക്കൾ തന്നെയാണ്. പക്ഷെ അവര് അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ കാണിക്കാൻ കൊണ്ടുപോകും. അപ്പൊ കാണിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ദയനീയമായിട്ട് നമ്മളെ നോക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും. ചിലപ്പോ അവരൊന്നും വിചാരിച്ച് നോക്കണ്ട, അവരുടെ കുറ്റം പറയല്ലാട്ടോ ഞാൻ. അങ്ങനെയൊക്കെ കുറെ സഹിക്കും. അപ്പൊ നമ്മള് പാപം ചെയ്തവരായി മാറുകയാണ് പല സ്ഥലത്തും. അത് വിദ്യാഭ്യാസമുള്ളവരായാലും, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും പലരും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാം അറിയാം, അവർ ഇതൊക്കെ പഠിച്ചതാണ്. ഇതൊക്കെയാണ് അതിന് പെട്ടെന്ന് ചോദിക്കുക എന്താന്ന് വെച്ചാല്, എന്റെ മേഴ്സി നീ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടായേ,
അങ്ങനെ ചോദിക്കും. ആ ചോദിക്കുന്ന അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാണ്ടോ അല്ലെങ്കിൽ നമ്മളെ വെറുപ്പായിട്ടൊന്നല്ല, നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. എനിക്കിത് വന്നല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയാണ്, നീ എന്ത് പാപം ചെയ്തിട്ട് അങ്ങനെ വന്നേ എന്ന് പറയും. അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവര് ഒക്കെ ചോദിക്കുന്നത്, നീ എന്ത് പാപാടി ഇപ്പൊ ചെയ്ത, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ വല്ല പാപം ചെയ്തിട്ടുണ്ടാ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ പാപത്തുമ്മയാണ് ഈ രോഗത്തിന്റെ കളി. അതാണ് മനസ്സിലാവാത്തത്. പിന്നെ അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങേര് പലരെയും സഹായിച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ കുടുംബത്തിനെ ആയാലും ആള് പുറത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു, രാഷ്ട്രീയം ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് വന്നാലും ഓടിച്ചെല്ലാം സഹായിക്കുക എന്നൊക്കെയുള്ള ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാ. അപ്പൊ അങ്ങേരിപ്പോ ഇത് കേൾക്കുമ്പോ നിന്ന് വിചാരിക്കുക, പാപം ചെയ്തിട്ടാണോ ചോദിച്ചാൽ എന്ത് പാപം ചെയ്തിട്ടാണ് അതങ്ങനെ വരണ്ടേ. അത് ഇപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ നമ്മുടെ കുറെ പേർക്ക് ഇപ്പൊ ഇത് കാണാണ്ട് കേട്ടോ. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത്ര അധികം ഇങ്ങനെ ഇത് കണ്ടിരുന്നില്ല. ഇപ്പൊ ഇതിന്റെയൊക്കെ പെർസെന്റേജ് കൂടി. ഇപ്പൊ പല വീടുകളിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ എന്തോരം വേദനിച്ചിട്ടാവുന്ന ജീവിക്കണ്ടാവുക. ഈ മക്കളുടെ ഭാവിയെ കുറിച്ച് അവര് എങ്ങനെയാ വളർത്തിണ്ടാക്കണ്ടേന്ന് അറിയാണ്ട്, പിന്നെ അതിന്റെ ഇടയിൽ മറ്റുള്ള മക്കൾ വളരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് അവര് തടതല്ലി ജീവിക്കുന്നതിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഈ ചോദ്യം ഉണ്ടാവുക. മനസ്സിലായ? നമ്മള് വിഷമിക്കുമ്പോ അതിന്റെ ഇടയില് എരുകോരി ഇടരുത്, തീയെ എരിവല്ല തീ കോരി ഇടരുത് എന്ന് പറയാനാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത്. അതായത് നമ്മൾക്ക് ഒരു പാപം ചെയ്യണ്ട. പാപം ചെയ്തതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നല്ലത് വെക്കേണ്ടത്, അതിന്റെ അപ്പുറത്ത് വേണ്ട ആൾക്കാരുണ്ട്. പക്ഷെ വന്നത് നമുക്കാണ്. അതാണ് ഞാൻ പറയാൻ കാരണം, ഇത് ക്രോമസോമൽ ഡിഫോമിറ്റിയാണ്, അല്ലാണ്ട് പാപമല്ല. അപ്പോ ഞാൻ എൻ്റെ വീഡിയോ അത് പറഞ്ഞ് നിർത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു. താങ്ക് യു എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്തതിനും എന്നെ കേട്ടിരിക്കുന്നതിനും. താങ്ക് യു.